ഹലോ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനിന്ന് ഉണ്ടാക്കുന്നത് ഒരു പായസ റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവർക്കും ഇന്നൊരു മധുരം കഴിക്കാം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇതൊരു വെറൈറ്റി പായസമാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. നമ്മളൊരു കുക്കർ അടുപ്പത്ത് വെച്ചിട്ട് മിൽമ നെയ്യാണ്, നമ്മളെ കൃഷ്ണ നെയ്യ്, അതൊരു 2 സ്പൂൺ ഒഴിച്ച് കൊടുക്കണം. ചൂടായി വരുമ്പോൾ നമുക്കതിലോട്ട് കുറച്ച് കാഷ്നട്ടും മുന്തിരിയും കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ആദ്യം നമ്മൾ കാഷ്നട്ട് ഇട്ടിട്ട് ഒന്ന് ഗോൾഡ് കളറായി വരുമ്പോൾ നമുക്ക് മുന്തിരിയും കൂടെ ഇട്ടിട്ട് അത് ബലൂൺ പോലെ പൊങ്ങി വരുമ്പോൾ നമുക്കത് മാറ്റി കോരി വയ്ക്കാം. അങ്ങനെ ഇതാ നമ്മുടെ മുന്തിരിയൊക്കെ എല്ലാം കളർ മാറി നല്ല ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുക്കറിൽ നിന്ന് ഇത് മാറ്റി വെക്കണം. അപ്പോൾ ഉരുളിയിലാണെങ്കിലും കുഴപ്പമില്ല, ഉരുളിയിലും ചെയ്യാം. കുക്കറിൽ നല്ല അടി കട്ടിയുള്ള ഒരു പാത്രത്തിലായിരിക്കണം നമ്മൾ പായസം ഉണ്ടാക്കേണ്ടത്. അങ്ങനെ ഇതാ പിന്നെ നമ്മൾ ഈ കുക്കറിലോട്ട് കുറച്ച് സേമിയാണ്, വെർമസെല്ലി, ചെറിയ പീസാക്കിയിട്ട് അതും കൂടെ ഇട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഗോൾഡൻ കളറായിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. അപ്പോൾ നമ്മൾ അടുപ്പത്ത് നിന്ന് പെട്ടെന്ന് ഇളക്കി എടുക്കണം. അങ്ങനെ അതും കോരി വെച്ചു. ആ കുക്കറിലോട്ട് തന്നെ നമുക്ക് പഞ്ചസാര കാരമൽ ചെയ്യണം. അതിനായിട്ട് പഞ്ചസാര ഇട്ട് കൊടുക്കാം. അപ്പോൾ ഒരു 4 സ്പൂൺ പഞ്ചസാര മതിയാവും. പിന്നെ നമുക്ക് മധുരമില്ലെങ്കിൽ കുറച്ച് സാധാ പഞ്ചസാര ഇട്ടിട്ട് നമുക്ക് ഇളക്കിയെടുക്കാം. അങ്ങനെ നമ്മളുടെ പഞ്ചസാര കാരമലായി. അതിലോട്ട് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചായിരുന്നേ, അപ്പോൾ അത് ആ വീഡിയോയിൽ അത് പെട്ടില്ല. കാരമലായതിന് ശേഷം നമ്മൾ കുറച്ച് പച്ചവെള്ളം ഒഴിച്ചായിരുന്നു. ആ പച്ചവെള്ളം ഒഴിച്ചിട്ട് ഇതാണ് നമ്മൾ ഇളക്കി കൊടുക്കുന്നത്. അപ്പോൾ ഇളക്കുമ്പോൾ പെട്ടെന്നൊന്നും അലിഞ്ഞ് കിട്ടില്ല, അങ്ങനെ കട്ടായിട്ട് കിടക്കും. അപ്പോൾ അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, സമയം എടുത്തിട്ട് അത് യോജിച്ചോളും. അങ്ങനെ അതിലോട്ട് നമുക്ക് ഒരു കവർ പാല്, 1/2 ലിറ്ററാണ്. അപ്പോൾ 1/2 ലിറ്റർ പാൽ ഒഴിച്ചിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അപ്പോൾ ഈ കാരമൽ കണ്ട ഇതിൻ്റെ ഒരു പീസൊക്കെ കിടക്കുന്ന കാരണം നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അതുകൂടെ അതിൽ യോജിച്ച് വരണം. അതുവരെ നമുക്കൊന്ന് ജസ്റ്റ് ഇളക്കി ഇങ്ങനെ കൊടുക്കാം. അപ്പോൾ ദാ നമ്മുടെ പാൽ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി അതിലോട്ട് നമുക്ക് സാബുനരി, ഒരു 1 മണിക്കൂറോളം കുതിർത്തി വെച്ച് സാബുനരിയാണ്. സാബുനരി, ചവ്വരി എന്നൊക്കെ പറയും. അതൊരു 5 സ്പൂൺ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. അതും കൂടെ തിളച്ച് ഒന്ന് വേവായിട്ട് വരണം. അപ്പോൾ ഇതാ നമ്മുടെ പാല് തിളച്ച് വന്നിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് 1 മണിക്കൂർ കുതിർത്തി വെച്ച സാബുനരി അഥവാ ചവ്വരി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഒരു 5 സ്പൂണൊക്കെ വേണം. 5 സ്പൂൺ ഇട്ട് ഇളക്കി നന്നായിട്ട് ഗ്ലാസ് പോലെ വെന്ത് വരണം. വെന്ത് കഴിഞ്ഞാൽ അതൊരു ഗ്ലാസ് പോലെയൊക്കെ തോന്നും നമുക്ക്, ചില്ല് പോലെ. അപ്പോൾ അതിലോട്ട് നമുക്ക് വെർമസെല്ലിയും കൂടെ ഇട്ട് നന്നായിട്ട് തിളപ്പിച്ച് വറ്റിച്ചെടുക്കണം. അതൊന്ന് തിളച്ച് വെർമസെല്ലി വെന്ത് വരുമ്പോഴത്തേനും നമുക്കിവിടെ പായസം വറ്റി കുറുകി വരും. അങ്ങനെ ഇതാ നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട്. നല്ല പിങ്ക് കളറൊക്കെ ആയിട്ട് നല്ല അടിപൊളി പായസമായിട്ടുണ്ട്. അപ്പോൾ അതിലോട്ട് നമുക്ക് നമ്മൾ വറുത്ത് വെച്ച കാഷ്നട്ടും മുന്തിരിയൊക്കെ ഇല്ലേ, അതൊക്കെ ചേർത്ത് ഒരു 5-6 ഏലക്കായുടെ കുരു കൂടെ ചേർത്ത് നന്നായിട്ട് നമുക്ക് ഇളക്കി എടുക്കണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ പായസത്തിൻ്റെ പരിപാടി. പായസം അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഇപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നല്ല അടിപൊളി പായസമാണ്.